ഹലോ, വെൽക്കം ബാക്ക് ടു രുചി എക്സ്പ്രസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബീഫ് പെരി പെരിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ തൊട്ടടുത്തുള്ളൊരു തട്ടുകടയിൽ നിന്ന് കഴിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപാരം തന്നെയാണ്. അപ്പോൾ ഒരു ചൂടുള്ള പൊറോട്ടയുടെ കൂടെ കഴിക്കുമ്പോൾ ഒരവസ്ഥ ആലോചിച്ച് നോക്കൂ. പറയണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ രുചി എക്സ്പ്രസ് എന്ന ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പം തന്നെ ആ കാണുന്ന കുഞ്ഞു ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ബീഫ് പെരി പെരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിതേ ഒരു 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ബീഫ് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മല്ലിപ്പൊടിയാണ്. അപ്പോൾ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് മീറ്റ് മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടി. പിന്നെ നമ്മൾ ബീഫ് കറിയൊക്കെ വെക്കുന്ന പോലെ ഒരുപാട് മസാല ഒന്നും ആഡ് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ ഡിഷിൻ്റെ ടേസ്റ്റ് കുറഞ്ഞു പോകും. നന്നായിട്ട് തന്നെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും വെക്കണം. മാക്സിമം എത്ര വേണമെങ്കിലും നമുക്ക് വയ്ക്കാം. വെക്കുന്തോറും നമ്മുടെ ബീഫിൻ്റെ ടേസ്റ്റും കൂടും. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഫിന് നല്ല വേവ് കൂടുതലാണല്ലോ. അപ്പോൾ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ ഒന്ന് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ആകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. അതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ടൊരു ചെറിയ സവാള, അതുപോലെ തന്നെ ഒരു 3 പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നേരത്തെ ബീഫിൽ ഉപ്പ് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് തക്കാളിയാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഒരു ചെറിയൊരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് വേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് കുറച്ച് വേപ്പിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബീഫും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഡിഷിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സവാള അതുപോലെ തന്നെ തക്കാളി ഒന്നും ആഡ് ചെയ്ത് കൊടുക്കരുത്. കുറച്ച് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കാവൂ. എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിവിടെ ഏകദേശം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് കുക്കർ അടച്ച് വെക്കുകയാണ്. ഒരു വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനിത് കുറച്ച് നേരം കൂടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു, വിസിൽ പോകുന്നവരെ കേട്ടോ. അപ്പോൾ വിസിലൊക്കെ പോയിട്ട് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബീഫ് ഒന്ന് വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ബീഫ് കറി ഉണ്ടാക്കുന്നത് പോലെ അല്ലെങ്കിൽ ബീഫ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ അത്ര തന്നെ ബീഫ് വേവിച്ചെടുക്കരുത്. അങ്ങനെ വേവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ബീഫ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ബീഫ് ഉടഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീഫിൻ്റെ ടേസ്റ്റും കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ വേവിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഒരുപാട് വെള്ളമുണ്ട്, അതുപോലെ തന്നെ കുറച്ച് വേവ് ബീഫിന് കൂടി നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വെള്ളം മാത്രം ഒന്ന് ജസ്റ്റ് വറ്റിച്ചെടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതേ ബീഫിലെ വെള്ളമൊക്കെ വറ്റി ബീഫ് നല്ല കറക്റ്റ് വേവായിട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ഇടയ്ക്കിടെ ബീഫ് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടി പിടിച്ചു പോവും, അതുപോലെ തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ ബീഫ് പെരി പെരി എന്താവും, ബീഫ് കരിയൊക്കെ ആയി മാറും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതുപോലത്തെ ഒരു ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൂടുതൽ അളവിൽ ബീഫ് വെച്ച് ചെയ്യാണ് കേട്ടോ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ വളരെ കുറച്ചായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, ബീഫ് കുറഞ്ഞു വരുന്നുണ്ട് അല്ലേ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നെങ്കിൽ മാത്രമേ ടേസ്റ്റ് കൂടുള്ളൂ. ഇനി നന്നായിട്ട് ഫ്രൈ ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 3-4 മിനിറ്റും കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീഫ് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഏകദേശം 3-4 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബീഫ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് വേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. ഈ ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്താൽ മാത്രമേ നമ്മുടെ ബീഫ് പെരി പെരി കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ബീഫ് പെരി പെരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതേ ഒരു സേവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നല്ല ചൂടുള്ള പൊറോട്ടയുടെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ മാത്രമല്ല നെയ്ച്ചോറിൻ്റെ കൂടെയും പറ്റിയിട്ടുള്ള ഒരു കിഡ് കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യൂ. പുതിയ വിശേഷങ്ങളും അതുപോലെ തന്നെ പുതിയ രുചി വിഭവങ്ങളുമായിട്ട് നമുക്ക് രുചി എക്സ്പ്രസ്സിലൂടെ വീണ്ടും കാണാം. താങ്ക്